ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വി ഗാർഡിൻ്റെ റിമോട്ട് വരുന്ന BLDC ഫാനിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ വാട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണ്, സേവിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. അതായത് കമ്പനി പറയുന്നത് 35 വാട്ട്സാണ് പറയുന്നത്. നോർമൽ ഫാൻ വരുന്നത് 75-70 വാട്ട് വരുന്ന സ്ഥലത്ത് BLDC ഫാൻ വരുന്നത് 35 വാട്ട്സ് അല്ലെങ്കിൽ 32 വാട്ട്സാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യമേ തന്നെ വി ഗാർഡിൻ്റെ ഈ മോഡൽ തന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ സെൻസറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് കണ്ടിട്ട് നമുക്ക് ലീഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൻ്റെ സെൻസർ കാര്യങ്ങൾ കൊടുക്കേണ്ട കണക്ഷൻസാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതാണ് നമ്മൾ മെയിനായിട്ട് വരുന്ന AC കൊടുക്കേണ്ട വയർ വരുന്നത്. കണ്ടോ, ഈ കാണുന്ന റെഡും ബ്ലാക്കുമാണ് ഡയറക്റ്റായിട്ട് AC വരുന്ന രീതിയിലേക്ക് നമ്മൾ ഫാനിൻ്റെ ആണെങ്കിൽ കണക്ഷൻസ് കൊടുക്കുന്നത്. റെഗുലേറ്റർ കട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. റെഗുലേറ്റർ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. റെഗുലേറ്റർ ഉള്ള മോഡൽസും അവൈലബിൾ ആണ്. റെഗുലേറ്റർ ഉള്ള ടൈപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഈ മോഡലിന് നമുക്ക് റെഗുലേറ്റർ വേണ്ട, ബൈപ്പാസ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. ഈ കാണുന്നതാണ് അതിൻ്റെ സെൻസർ കൊടുക്കാനായിട്ട്, അതായത് റിമോട്ട് വർക്ക് ചെയ്യുന്ന സെൻസർ കൊടുക്കാനുള്ളതാണ്. ഈ കപ്പ് കണ്ടോ, ഈ കപ്പിലാണ് അതിൻ്റെ സെൻസർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെൻസർ സെറ്റ് ചെയ്തതിന് ശേഷം അതിൽ വന്നിരിക്കുന്ന അതിൻ്റെ സോക്കറ്റാണ് ഈ കാണുന്നത്. സെൻസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പ് നമുക്ക് വരുന്നത് നേരെ മുകളിൽ നിന്ന് താഴേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ കറക്റ്റായിട്ട് അതിൻ്റെ സോക്കറ്റ് ഉണ്ട്. അതായത് വൺ സൈഡ് കയറുന്ന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണക്ഷൻസ് ഒരിക്കലും മാറിപ്പോവില്ല. അതിൻ്റെ അകത്ത് നമ്മൾ റോഡിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തതിന് ശേഷം ഈ സെൻസറിൻ്റെ അകത്ത് കിടക്കുന്ന ഇത് കാണാൻ സാധിക്കും, അതായത് സോക്കറ്റ് കാണാൻ സാധിക്കും. ആ സോക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ഫാനിൻ്റെ സോക്കറ്റിലേക്ക് കറക്റ്റ് കൊടുക്കുക. കറക്റ്റ് ക്ലിപ്പിംഗ് വൺ സൈഡാണ് ഇതിൻ്റെ ക്ലിപ്പിംഗ് വരുന്നത്. അത് കറക്റ്റ് ക്ലിപ്പ് ചെയ്തതിന് ശേഷം ലൂസ് കോൺടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ ഫുൾ ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെ കാണുന്ന റെഡ് വയറും ബ്ലാക്ക് വയറുമാണ് നമ്മൾ AC-യിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ റെഗുലേറ്റർ ഒഴിവാക്കിയിട്ട് വേണം, ഈ റെഗുലേറ്റർ ബൈപ്പാസ് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. കണ്ടോ, വൺ സൈഡ് കയറുന്ന ക്ലിപ്പാണ് വരുന്നത്. സെൻസറിന് വേണ്ടിയിട്ട് 4 വയറാണ് വരുന്നത്. അതേ വയർ തന്നെയാണ് നമ്മുടെ കപ്പിലും വരുന്ന സെൻസറിനും കൊടുത്തിരിക്കുന്നത്. അത് നേരെ അതിൻ്റെ അതിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം AC, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെഗുലേറ്റർ നമ്മുടെ ബെഡ് സ്വിച്ചിൽ എവിടെയാണോ നമ്മൾ ഫാൻ കൊടുത്തിരിക്കുന്നത്, ഈ ഹാളിലാണ്, ഈ ഹാളിൽ എവിടെയാണെങ്കിലും റെഗുലേറ്റർ നമ്മൾ മാറ്റിയതിന് ശേഷം, റെഗുലേറ്റർ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം സാധാ സ്വിച്ച് വഴി, 1 വേ സ്വിച്ച് വഴി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം. അതായത് സാധാരണ നോർമൽ ലെവലിൽ വരുമ്പോൾ 75 വാട്ട്സാണ് വരുന്നത്. ഇത് നമുക്ക് വരുന്നത് 35 വാട്ട്സാണ് വരുന്നത്. ഇനി അതിൻ്റെ താരിഫ് കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സേവിങ്സ് ആണ് ഈ കാണുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 1000 രൂപ കറണ്ട് ആവശ്യം വരുന്ന സ്ഥലത്താണെങ്കിൽ, അതായത് 1000 രൂപ ടോട്ടൽ നമ്മൾ ഫാനിന് വേണ്ടി കറണ്ട് ആവശ്യം വരുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ BLDC ഉപയോഗിക്കുകയാണെങ്കിൽ 500 രൂപയായിട്ട് കുറയ്ക്കാൻ സാധിക്കും. പകുതിയായിട്ട് നമുക്ക് ലൈഫ് അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ കറണ്ട് സേവ് ചെയ്യാൻ സാധിക്കും. അതാണ് BLDC ഫാനിൻ്റെ പ്രത്യേകത. ഇതാണ് ആ മോഡൽ വരുന്നത്, വി ഗാർഡിൻ്റെ മോഡൽ വരുന്നത്. അപ്പോൾ റെഗുലേറ്റർ ഉള്ള ടൈപ്പും വരുന്നുണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വി ഗാർഡിൻ്റെ ഈ മോഡലിൽ നമുക്ക് അഡാപ്റ്റർ കാര്യങ്ങൾ നമ്മുടെ സെൻസർ കാര്യങ്ങൾ എങ്ങനെ കൊടുക്കണമെന്നും എത്ര വാട്ട്സാണ് വരുന്നതെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.